ഈ കാണുന്ന ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ടൈപ്പ് ഒരു മെറ്റീരിയൽ തപ്പി ഇറങ്ങിയതാട്ടോ ഞങ്ങൾ. അങ്ങനെ കട മൊത്തം തപ്പി നടന്നിട്ടും ഞങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾ പരാഗിൽ തന്നെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും കിടന്ന് ഓടേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നേ. അങ്ങനെ മെറ്റീരിയൽ വന്ന് പരാഗി നോക്കിയപ്പോഴത്തേക്കാണ് ഒരു കാര്യം മനസ്സിലായത്, നമുക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെടുന്ന വേറെ കുറേ മെറ്റീരിയൽ അവിടെ ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ പിന്നെ ഞങ്ങളുടെ പ്ലാൻ മാറ്റി ഞങ്ങൾ വേറൊരു മെറ്റീരിയലാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു അംബ്രല ടൈപ്പ് ചുരിദാർ അഥവാ അനാർക്കലിയാണ് ഞങ്ങൾ തയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മെയിനായിട്ട് നോക്കിയത് ആ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ കൂടിയും അതേ സെയിം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വന്ന് ഞങ്ങളെ പ്ലാനൊക്കെ മാറ്റി വന്നപ്പോൾ താണ്ട് ഈ ഒരു മെറ്റീരിയലാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ പോയ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കൂട്ടിനെടുത്താണ്ട് ഇവിടെ രണ്ടിനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ശ്രീകുട്ടി സ്നേഹയാണ്. അങ്ങനെ നീണ്ട കുറേ മണിക്കൂറിലെ ഞങ്ങളുടെ തപ്പലിനൊടുവിൽ ഞങ്ങൾ താണ്ട് ഈ ഒരു മെറ്റീരിയലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് അലങ്കാര പണികൾ കൊടുക്കണമല്ലോ, പ്ലെയിൻ മെറ്റീരിയലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഓരോന്നും കാണുമ്പോഴത്തേക്ക് അതിനേക്കാൾ ഭംഗി തോന്നുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അവസാനം നിന്ന് സമയം കളയാതെ ഒരെണ്ണം അങ്ങോട്ട് സെലക്ട് ചെയ്തു. പിന്നെ നേരെ നമ്മളൊരു ഫാൻസി ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് കമ്മൽ വേണമായിരുന്നേ. അങ്ങനെ വിചാരിച്ച കമ്മൽ കിട്ടാഞ്ഞുകൊണ്ട് തന്നെ കിട്ടിയ കമ്മലും കൊണ്ട് നമ്മൾ നേരെ പോകുന്നത് കൊറിയർ ഓഫീസിലേക്കാണ്. അവിടെ അമ്മയ്ക്ക് വിട്ടൊരു ചെടി വന്നിരിപ്പുണ്ട്. എന്തായാലും കുട്ടിമരെ വന്നിട്ട് അതുകൂടി എടുക്കാതെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് കയറി. ഫാൻ കണ്ട സന്തോഷത്തെ അവിടെ ശ്രീകുട്ടി കസേരയിട്ട് ഇരിപ്പായിരുന്നേ. കാരണം അത്രയും ചൂടായിരുന്നു. രാവിലെ ഇറങ്ങി ഞങ്ങളാണ്. ഇത്രയും സമയം എടുക്കുന്നു ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷേ ഉച്ച സമയം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയി നമ്മുടെ ചെടിയൊക്കെ എടുത്തിട്ട് നേരെ ഓട്ടോയിൽ കയറി വീട്ടിൽ പോയി.